അത് സുമോ മോട്ടോ ക്യാൻസലേഷൻ ആയി എങ്കിൽ പുതിയൊരു രജിസ്ട്രേഷൻ നമുക്ക് എടുക്കാൻ പറ്റുമോ? നമ്മളൊരു GST രജിസ്ട്രേഷൻ എടുത്ത് അത് കറക്റ്റായിട്ട് റിട്ടേൺ ഫയലിംഗ് കാര്യങ്ങൾ ചെയ്യാതെ അത് സുമോ മോട്ടോ ക്യാൻസലേഷൻ ആയി എങ്കിൽ പുതിയൊരു രജിസ്ട്രേഷൻ നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് പലപ്പോഴായി ക്ലയന്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരു എൻക്വയറിയാണ്. അത് പോസിബിൾ ആണ്. പക്ഷേങ്കിൽ നമ്മൾ ലാസ്റ്റ് എടുത്തിട്ടുള്ള GSTന്റെ അകത്ത് ആ GST സസ്പെൻഡ് ആവുന്നതിന്റെ മുന്നേ എത്ര മാസത്തെ റിട്ടേൺ ഫയലിംഗ് പെൻഡിങ് ഉണ്ടോ, ആ പെൻഡിങ് റിട്ടേൺസ് നമ്മൾ ഫയൽ ചെയ്ത് അതിന്റെ ലേറ്റ് ഫീ കാര്യങ്ങൾ ഗവൺമെന്റിലേക്ക് അടച്ച് നമ്മൾ പുതിയൊരു രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്രൂവൽ ആവാനുള്ള സാധ്യതകളുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ ആ പാനൽ ഇപ്പൊ ആരുടെ പേരിലുള്ള രജിസ്ട്രേഷൻ ആണോ നമ്മൾ എടുത്തിട്ടുള്ളത് ആ വ്യക്തിന്റെ പാനൽ നമ്മൾ പുതുതായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്താലാണ് കിട്ടാതിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഒരാളെയും കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ആക്കിയിട്ട് അതിന്റെ മുകളിൽ GST രജിസ്ട്രേഷൻ മൂവ് ഓൺ ചെയ്യേണ്ടി വരും. അതും GST കിട്ടാനുള്ള ഒരു സാധ്യതയാണ്. സാധാരണഗതിയിൽ സുമോ മോട്ടോ ക്യാൻസൽ ചെയ്ത GSTന്റെ അകത്ത് 6 മാസത്തെയൊക്കെയാണ് ലേറ്റ് ഫീ അടയ്ക്കാനുള്ളതായിട്ട് കാണാറ്. ആ ലേറ്റ് ഫീ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ വ്യക്തിന്റെ പാനലിൽ തന്നെ നമ്മൾ അടുത്തൊരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് അപ്രൂവൽ ആയിട്ട് വരും.